2017 ഇറങ്ങിയ ഒരു നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ സീരീസാണ് 13 റീസൺസ് വൈ. 2020 ജൂൺ 5 സീരീസിൻ്റെ ലാസ്റ്റ് സീസൺ, അതായത് 4ാമത്തെ സീസൺ വന്നു. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യ സീസണിൻ്റെ സ്റ്റോറി ലൈൻ മാത്രമാണ്. എങ്കിലും സീരീസിൻ്റെ മൊത്തം നിലവാരം ഞാൻ വിലയിരുത്താം. IMDbയിൽ ഇതിൻ്റെ പ്ലോട്ട് വായിച്ചാൽ മിസ്റ്ററി ഡ്രാമ ഇഷ്ടമുള്ള എല്ലാവർക്കും കാണാൻ തോന്നും. അത്രയ്ക്കും ഫ്രഷ് ഐഡിയ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സീരീസിന് നല്ല ഇനീഷ്യൽ ഹൈപ്പും കിട്ടി. കഥയിലേക്ക് വന്നാൽ ഇതൊരു ടീനേജ് മിസ്റ്ററി ഡ്രാമ ജോൺറയിലുള്ള സീരീസാണ്. ഹാന ബേക്കർ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കാരണം ആർക്കും അറിയില്ല. ഹാനയോട് ക്രഷ് ഉണ്ടായിരുന്ന ഒരു പയ്യനാണ് ക്ലേ ജെൻസൺ. അങ്ങനെ ഈ സംഭവങ്ങൾക്ക് ശേഷം സ്കൂൾ തുറക്കുന്ന ദിവസമാണ് സീരീസിൻ്റെ തുടക്കം. സ്കൂളിൽ നിന്ന് ശേഷം വീട്ടിലെത്തുന്ന ക്ലേക്ക് ഒരു ബോക്സിൽ നിറയെ ഓഡിയോ കാസറ്റ് കിട്ടുന്നു. ക്ലേ അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കേൾക്കുന്നത് ഹാനയുടെ ശബ്ദം. അതെ, മരിക്കുന്നതിന് മുമ്പ് ഹാന റെക്കോർഡ് ചെയ്ത ഓഡിയോ ആണത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഹാന ബേക്കർ. എൻ്റെ മരണത്തിന് കാരണമായ 13 കാരണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്കും ഈ കാസറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾ ആ 13 കാരണങ്ങളിൽ ഒന്നാണ്. ഇത് കേട്ടതും ക്ലേ ആകെ ഞെട്ടിപ്പോയി. കാരണം ഹാനയുടെ അതിയായ സ്നേഹം മാത്രമുണ്ടായിരുന്ന താൻ എങ്ങനെ അവളുടെ മരണത്തിന് കാരണമായി എന്ന് അവൻ അറിയില്ലായിരുന്നു. അങ്ങനെ ഓരോ ടേപ്പും അവൻ കേൾക്കാൻ തുടങ്ങി. അതോടൊപ്പം അതിൽ ഹാന പറയുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ അന്വേഷിക്കാനും തുടങ്ങി. ഈ 13 കാരണങ്ങളാണ് 13 എപ്പിസോഡുകളിലായി സീരീസ് പറയുന്നത്. സീരീസ് ഒരേ സമയം ഫ്ലാഷ് ബാക്കിലും പ്രസൻറ്റിലുമാണ് കഥ പോകുന്നത്. ആ ട്രാൻസിഷനൊക്കെ വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത കാര്യമാണ്. ഈ 13 കാരണങ്ങളിലൂടെ സീരീസ് ചർച്ച ചെയ്യുന്ന ചില സോഷ്യൽ ഇഷ്യൂസാണ് ഈ സീരീസിനെ ചർച്ചകളിലേക്ക് നയിച്ചത്. സ്കൂളിലെ ബുള്ളിയിങ്, സെക്ഷൽ അസോൾട്ട്, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, ഹോമോഫോബിയ, ഡിപ്രഷൻ, ഫയർ ആം സേഫ്റ്റി, ഡ്രഗ് അഡിക്ഷൻ തുടങ്ങി അമേരിക്കൻ യുവാക്കളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ സീരീസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സൂയിസൈഡ് ടെൻഡൻസി കുറയ്ക്കാൻ എന്ന രീതിയിൽ വന്ന സീരീസ് പിന്നീട് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു. ആത്മഹത്യയെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്ന ആക്ഷേപം പരക്കെ ഉയർന്ന സാഹചര്യത്തിൽ നെറ്റ്ഫ്ലിക്സ് തന്നെ മുന്നോട്ട് വന്ന് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവർ സീരീസ് കാണരുത് എന്ന പ്രഖ്യാപനവും നടത്തി. ആദ്യ സീസൺ കൊണ്ട് തന്നെ ഹാനയുടെ മരണത്തിൻ്റെ കാരണവും മറ്റു പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2ാമത്തെ സീസൺ അനാവശ്യമായിരുന്നു. എങ്കിലും ഒരു പരിധിവരെ കഥയോട് നീതി പുലർത്തിയാണ് സീരീസ് മുന്നോട്ട് പോയത്. പക്ഷേ കാര്യങ്ങൾ മൊത്തം കൈവിട്ട് പോയത് 3ാമത്തെ സീസണിലായിരുന്നു. തീർത്തും പുതിയൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് മെയിൻ നരേഷൻ തന്നെ കൊടുത്തപ്പോൾ സീരീസ് ഏറ്റവും മോശം നിലവാരത്തിലെത്തി. ഹാന ബേക്കറിന്റെ മരണത്തിൽ തുടങ്ങിയ സീരീസ് പിന്നെ ഹാനയെ മുഴുവനായി മറന്നു എന്നതാണ് സത്യം. അങ്ങനെ തുടങ്ങി വെച്ചത് തീർക്കാനായി ഇപ്പോൾ 4ാമത്തെ സീസൺ വന്നു. 3ാമത്തെ സീസണുമായി കമ്പയർ ചെയ്താൽ മെച്ചമാണെന്ന് പറയാമെങ്കിലും നിരാശ തന്നെയാവും മിക്കവർക്കും അനുഭവം. ആദ്യ സീസൺ വളരെ പ്ലാൻഡ് ആയിരുന്നു. ആവശ്യമുള്ള കഥയും കഥാപാത്രങ്ങളും മേക്കിങ്ങും അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയ നെറ്റ്ഫ്ലിക്സിന്റെ നിലവാരമുള്ള ഒരു സീരീസ്. ഹാന ബേക്കറിന് വേണ്ടി മാത്രം ആദ്യ സീസൺ കാണാം. ഹാനയുടെ നെരേഷനും സീനുകളും എല്ലാം മനോഹരമാണ്. അതുകൊണ്ട് ആദ്യ സീസൺ മാത്രം കണ്ടു നിർത്തിയാൽ ഒരിക്കലും നിങ്ങൾക്ക് മോശം അഭിപ്രായം തോന്നില്ല. മാത്രമല്ല, ഒരു നല്ല അനുഭവവും അതേസമയം പൂർണ്ണതയുമുണ്ട്. ഒരു പക്ഷേ നെറ്റ്ഫ്ലിക്സ് ആദ്യ സീസൺ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ 8.5 മുകളിൽ റേറ്റിംഗ് ഉള്ള സീരീസ് ആയനെ. ആദ്യ സീസൺ ഫിനാലേക്ക് 9.2 റേറ്റിംഗ് കിട്ടിയ സീരീസിന് പിന്നീട് വന്ന എപ്പിസോഡുകൾക്ക് കിട്ടിയത് 6ഉം 7ഉം ഒക്കെ റേറ്റിംഗ് ആണ്. മിസ്റ്ററി ഡ്രാമ ജോണറ ഇഷ്ടമുള്ളവർക്ക് ആദ്യ സീസൺ ഒരു മികച്ച അനുഭവമാണെന്ന് ഉറപ്പാണ്. തുടർന്ന് കാണുന്നത് നിങ്ങളുടെ ഇഷ്ടം.